ഹായ്, നമുക്ക് എങ്ങനെയാണ് അസർബൈജാനിലെ ഈ വിസ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം? ഗൂഗിളിൽ കയറിയിട്ട് അസർബൈജാൻ വിസ ഫോർ ഇന്ത്യൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടേതായ ഒഫീഷ്യൽ സൈറ്റ് ഈ വിസ അസർബൈജാൻ എന്ന് ലോഗിൻ ചെയ്ത് കയറുക. ഇതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് വിസ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇ വിസ, അർജൻറ്റ് വിസ, സൂപ്പർ ഫാസ്റ്റ് വിസ. ഇതിൽ സ്റ്റാൻഡേർഡ് വിസ 3 to 5 വർക്കിംഗ് ഡേയ്സ് എടുക്കും. അത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നാഷണാലിറ്റി ഇന്ത്യ എന്ന് കൊടുക്കാം. ട്രാവൽ ഡോക്യുമെൻ്റ് ഓർഡിനറി പാസ്പോർട്ട് കൊടുക്കാം. കണ്ടിന്യൂ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. പർപ്പസ് ഓഫ് വിസിറ്റ് അത് നമുക്ക് ടൂറിസം കൊടുത്താൽ മതി. നെക്സ്റ്റ് അറൈവൽ ഡേറ്റ് നമുക്ക് ഇന്നാണ് അപ്ലൈ ചെയ്യുന്നത്. 16 to 17, 18, 20 ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ 17 കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ അസർബൈജാനിലെ ഈ വിസയ്ക്ക് അവർ ഈടാക്കുന്ന ചാർജ് വന്നിട്ട് $59 ആണ്. ഇത് ഓൾമോസ്റ്റ് 5,150 റുപ്പീസൊക്കെ അടുപ്പിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. $59. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എക്സാക്ട്ലി വരുന്നത് 5,141 റുപ്പീസാണ് ഇന്ത്യൻ റുപ്പീസ് വരുന്നത്. കണ്ടിന്യൂ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നമ്മുടെ സർനെയിം കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ നെയിം കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. Then country of birth India, then place of birth അവരുടേതായ place of birth കൊടുത്താൽ മതി. then gender സെലക്ട് ചെയ്യുക. then occupation എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഡ്രൈവറാണ് കൊടുക്കുന്നത്. സോ അഡ്രസ്, നെക്സ്റ്റ് ഇമെയിൽ അഡ്രസ്സ്. കമ്പൾസറി ആയിട്ട് ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് വേണം കൊടുക്കാം. കാര്യം നമുക്ക് ഈ വിസ മെയിലാണ് വരുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള മെയിൽ അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. ദെൻ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, then expiry date, then copy of the passport ഏതെങ്കിലും ഒരു PDF ഫയൽ, പാസ്പോർട്ടിൻ്റെ PDF ഫയൽ അപ്ലോഡ് ചെയ്യുക. അസർബൈജാനിൽ ഒരു അഡ്രസ്സ് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അവിടെ പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അസർബൈജാനിലെ ഒരു അഡ്രസ്സ് നമുക്ക് കൊടുത്താൽ മതി. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ പേയ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. സപ്പോസ് നമുക്ക് വീണ്ടും ഫാമിലി മെമ്പേഴ്സ് ഓർ അതർ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അതർ പേഴ്സൺസ് കൊടുക്കുക. ഇതാണ് നമുക്ക് വിസയിൽ വരുന്ന ഡീറ്റെയിൽസ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ നെയിം, ഫാദർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പാസ്പോർട്ട് നമ്പർ, ഇതാണ്. ദെൻ കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുക്കുക. നമ്മുടെ കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVC കോഡൊക്കെ കൊടുത്തിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആവുന്നതായിരിക്കും. 3 to 5 വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് ഈ വിസ നമ്മുടെ മെയിലിൽ വരുന്നതായിരിക്കും.